ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫിറ്റ്നസ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെന്നാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങളൊരു ചലഞ്ചായിട്ട് എടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് 10 പുഷപ്പ്, ഒരു 10 റെപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1-2 മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവലിൽ ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ റെസ്റ്റ് കൊടുക്കാതെ തന്നെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ കുറച്ച് റെസ്റ്റ് കൊടുത്ത് പതിയെ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിതിൽ റെസ്റ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, ബിക്കോസ് നമുക്ക് ഇത് ചെയ്യാൻ നേരത്തെ എങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഫ്രെയിം പൊസിഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പുഷപ്പ് ചാലഞ്ച് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോകുന്ന ഫിറ്റ്നസ് സെൻറ്ററിൽ പലരും തന്നെ അവരുടെ മുട്ട് കുത്തിയിട്ടാണ് പുഷപ്പ് എടുക്കുന്നത്. അതെന്തുകൊണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെറുപ്പത്തിലെ ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അത് നല്ല രീതിയിൽ അവരുടെ ആ ഒരു സ്ട്രെങ്ത്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നല്ല പുഷപ്പ് ചലഞ്ചിലേക്ക് കിടക്കാം. ഓക്കെ.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 10 ഡിഫറെൻറ്റ് പുഷപ്സ് ഒരെണ്ണം 10 റെപ്സ് വെച്ചിട്ട് ചെയ്തു നോക്കി. നിങ്ങളിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചലഞ്ചാണിത്. 10 പുഷപ്പ് 10 റെപ്സ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾ വർക്കൗട്ടൊന്നും ചെയ്യാറില്ല എന്നുള്ളൊരു ലെവലിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം മുട്ടുകുത്തി പുഷപ്സ് അറ്റംപ്റ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റാത്തത് ചലഞ്ച് ചെയ്യുകയൊന്നും വേണ്ട, അത് ഒഴിവാക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പോൾ നോർമലി നമ്മൾ നോർമൽ സ്റ്റാൻസിൽ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ അങ്ങനത്തെ രീതിയിൽ തന്നെ പുഷപ്സ് അറ്റംപ്റ്റ് ചെയ്യുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം മുട്ട് കുത്തി പുഷപ്പ് ചെയ്ത് നോക്കുക. പിന്നെ പറ്റാത്തതൊക്കെ ഒഴിവാക്കുക, കാരണം ഇഞ്ചുറി വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പിന്നെ 1-2 കാര്യം പ്രത്യേകം പറയും. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നോർമൽ ടു ഇൻ്റർമീഡിയറ്ററി ലെവലിലുള്ള വർക്കൗട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ പൈക്ക് ഞാൻ മാക്സിമം ഫിംഗേഴ്സിൽ കൊണ്ടുവന്ന് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. പക്ഷേ എന്നാലും ഒരു 2-3 ഫിംഗർ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ കൈ കുത്തുന്നതും കാല് കുത്തുന്നതും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്രയും അടുപ്പിക്കണമെന്നില്ല, കുറച്ച് കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് പതിയെ കാലിൻ്റെ കൈൻ്റെ ഡിസ്റ്റൻസ് അടുപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതി. തുടക്കത്തിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 80-90% ബോഡി വെയ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വരും, കൂടുതൽ അടുത്ത് വരുമ്പോൾ. കുത്തനെയാണല്ലോ നമ്മൾ പോകുന്നത്. പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം പറയണമെന്ന് വെച്ചത് നക്കിൾ പുഷപ്പിൽ നമ്മൾ നോർമൽ പുഷപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ എക്സ്ട്രാ വേറൊരു വ്യത്യാസമില്ല, കൈ ഇങ്ങനെ പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടൈലിൽ ചെയ്യാതിരിക്കുക. ടൈലിൽ എന്താണ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുഷപ്പ് എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കൈ തെന്നിപ്പോവാതിരിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ടൈലിൽ നക്കിൾ പുഷപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. റഫായിട്ടുള്ള സർഫേസിൽ അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടുന്നൊരു സർഫേസിൽ മാത്രം നക്കിൾ പുഷപ്പ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്നസ് വീഡിയോസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു എക്സസൈസ് എസ്പെഷ്യലി പുഷപ്സ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്ത് ശീലിക്കണമെങ്കിൽ അത് നമ്മൾ കുറേ കാലത്തോളം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഇതിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ എല്ലാ പുഷപ്പും എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറയുന്നില്ല. ആഴ്ചയിലൊരു മാക്സിമം 4 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അപ്പർ ബോഡി സ്ട്രെങ്ത് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഇപ്പോഴേ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അവരത് നമുക്കതൊരു ശീലമായി നമ്മൾ സ്ഥിരം ചെയ്ത് അങ്ങോട്ട് പോയിക്കോളും. ആ ഫിറ്റ്നസ്സിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മൾ മാർഷൽ ആർട്സ് അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്ത് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു വർക്കൗട്ടാണ് പുഷപ്പ്. ഇനിയും ഇഷ്ടംമാതിരി വെറൈറ്റി ഉണ്ട്, അതിന് നമ്മൾ പതിയെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.